ആർക്കെങ്കിലും ആ നാണി ഭ്രാന്തിക്ക് ഈ പൂവുണ്ട കൊടുക്കാമോ? പൂക്കൾ കണ്ട് അവർ ചീത്ത പറഞ്ഞ് കൈവയ്ക്കും, അത് വേണ്ട കേട്ടോ. അവരുടെ കയ്യിൽ നിന്ന് ചീത്ത കേൾക്കാതെയും തല്ലുകൊള്ളാതെയും ഈ പൂ അവർ സ്വീകരിക്കുകയാണെങ്കിൽ കൊണ്ടുപോയി കൊടുക്കുന്ന ആരായിരുന്നാലും ഞാൻ 50 രൂപ വരും ബെറ്റ്. അതല്ല, മറിച്ചാണെങ്കിൽ എനിക്ക് 50 രൂപ തന്നെ. അതെ. ആരെങ്കിലും ഉണ്ടോ ബെറ്റ് പിടിക്കാൻ? ബെറ്റേക്കാനുണ്ടോ? ഞാനേറ്റു. അത് വേണ്ട കേട്ടോ, വെറുതെ തല്ലുകൊള്ളണ്ട. ഒന്ന് പോടാപ്പാ, ഒരു കൈ നോക്കട്ടെ. ഞാൻ തല്ലുകൊള്ളാതെ തെറിയേക്കാതെ ഈ പൂ നാണയമ്മയുടെ കൈ കൊടുക്കണം. അത് മതി, അത്രയല്ലേ ഉള്ളൂ. ഞാനേറ്റു. അതൊക്കെ ബെറ്റുണ്ടോ? ബെറ്റോണം ഇങ്ങോട്ട് വന്നേ. വിജയ് ഭവ. അമ്മേ, ചീത്ത പറഞ്ഞാലോ? നീ ചെല്ലേ. പിന്നെ എന്റെ പുറകെ വരുന്ന ആ താടിക്കാരൻ തെറി വിളിക്കരുത്. എന്നെ തെറി വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞു കഴിയട്ടെ. എന്റെ പുറകെ വരുന്നവൻ ആ താടിക്കാരൻ ഗോവിന്ദൻ, അവനെ നാണയമ്മോട് പ്രേമമാണെന്ന് പറഞ്ഞ് നാണയമ്മ ചേരാൻ എന്റെ കയ്യിൽ ഈ പൂ തന്നു വിട്ടിരിക്കുക. അവനെ പോയി തല്ലേ. നാളെ കുഞ്ഞുമോള് വരുന്നുണ്ട്. അറിഞ്ഞു. ചക്രുവിനാണെങ്കിൽ ഇപ്പൊ ഒരു ജോലിയൊക്കെ ആയില്ലേ, ഇനി വൈകാതെ തന്നെ ആലോചിച്ചൂടെ? ഏത്? അവരുടെ കല്യാണം. അതിപ്പോ ആലോചിക്കാൻ എന്തിരിക്കുന്നു? സുനന്ദമോള് ചക്രവാണിക്കുള്ളതാണെന്ന് നമ്മൾ അന്നേ തീരുമാനിച്ചുറപ്പിച്ചിട്ടുള്ളതല്ലേ. എന്നാലും ഇത്രയും പഠിപ്പുള്ള കുട്ടിയല്ലേ. നമ്മുടെ മോനൊരു ബാർബറായ സ്ഥിതിക്ക് ഒന്ന് പോടി പൊട്ടുമണ്ടി. സംഗതി അവൻ തലപെട്ടാൻ നടക്കുന്നവനാണെങ്കിലും അവനൊരു ബിയക്കാരനല്ലേ, റാങ്കുകാരൻ. അവനൊരു നല്ല ജോലി കിട്ടി കഴിഞ്ഞാൽ പിന്നെ അവൻ ആരാടി? നീ പേടിക്കൊന്നും വേണ്ട, പഴയതൊന്നും മറക്കുന്നവനല്ല ഗുണശേഖരൻ. പണ്ടെല്ലാം നഷ്ടപ്പെട്ട് ഇവിടെ വന്ന് കയറിയപ്പോ നമ്മൾ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ അവനൊരു സഹായത്തിന്. അന്ന് ഇവിടെ കയറിക്കിടക്കാൻ ഇടം കൊടുത്തില്ലായിരുന്നെങ്കിൽ അവൻ പെരുവഴിയിലാകുമായിരുന്നെന്നും അവനെ ചിട്ടിക്കമ്മനെ ഇത്രയൊക്കെ എത്തിച്ചത് എന്റെ സഹായം കൊണ്ടാണെന്നും അവൻ ദിവസം ഒരു 10 പ്രാവശ്യമെങ്കിലും പറയും. അതാടി അവന്റെ മഹത്വം. സുനന്ദമ്മളുടെ പഠിപ്പ് കഴിയാൻ വേണ്ടിയിട്ടാണ് അവൻ ഇതിപ്പം നമ്മളോട് അവതരിപ്പിക്കാത്തത്. നീ നോക്കിക്കോ, സുനന്ദയുടെയും ചക്രവാണിയുടെയും കല്യാണം ഈ നാട്ടിലൊരു സംഭവമായിരിക്കും. എന്തുകൊണ്ട് നമുക്ക് ആലോചിക്കാവുന്ന ഒരു വിഷയമാണ്. ചക്രവാണിക്ക് എന്താ ഒരു കുറവ്? പഠിപ്പില്ലേ, നല്ല വരുമാനമില്ലേ? ബാർബർ എന്ന് വെച്ചാൽ നിസാര പണിയാണോ? നാട്ടുകാർക്ക് മുടി വളർന്നാലേ അവന്റെ പെട്ടി കാശ് വീഴും. അവനെ നല്ലൊരു ഉദ്യോഗസ്ഥനാക്കണമെന്നായിരുന്നു എന്റെ ഒരു ആഗ്രഹം. പിന്നെ അന്ന് ഗുണശേഖരൻ കൂടി പറഞ്ഞത് കൊണ്ടാ അവനെ ഞാൻ ബാർബറാക്കിയത്. നിങ്ങളെല്ലാരും ഒരു കുടുംബം പോലെ ജീവിക്കുന്നവരല്ലേ. ഗുണശേഖരന്റെ മനസ്സിലും ഈ താല്പര്യമുണ്ട്. എങ്കിൽ പിന്നെ നാട്ടുകാരനുസരിച്ച് തന്നെ കാര്യങ്ങൾ നീങ്ങട്ടെ. ഗുണശേഖരന്റെ വീട്ടില് നമുക്ക് പെണ്ണാലോചിച്ചല്ല എന്താ? അതെ, അതാ അതിന്റെ ഒരു ന്യായം. നീ ചീട്ടിറക്കണം. അറിഞ്ഞ ഗുണശേഖരൻ മുതലാളി കേസിൽ ജയിച്ചു. എന്റെ ഈശ്വര, ഇന്ന് വൈകിട്ട് മുതലാളിയുടെ വീട്ടിൽ എല്ലാവർക്കും പാർട്ടി വെച്ചിട്ടുണ്ട്. അടിച്ചു പൊളിക്കണം. ഞാൻ ഈ വാർത്ത ഒന്ന് വരുത്തിയിട്ട് വരട്ടെ, അന്നേരം പറഞ്ഞേക്കണേ. കളികരുത്ത് ഈ പാർട്ടി കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് പോടാ അവിടെ നിന്ന്. അങ്ങനെ കഷ്ടപ്പാടുകൾക്കൊക്കെ ഒരറുതിയായി. അർഹതപ്പെട്ടതെല്ലാം ഞാൻ തിരിച്ചു പിടിക്കുകയും ചെയ്തു. തിരിച്ചു പിടിക്കല്ലേ, നേരെ പിടിച്ചൊഴിക്ക്, ഇല്ലെങ്കിൽ താഴെ പോകും. കൊണ്ട ഞാൻ ഒഴിക്കാം. ഇനി മുതലാളി ഞാനും കൂടി ഒരു കലക്കും. ചിട്ടിക്കമ്പനി ഒന്ന് വിപുലീകരിക്കും, എന്റെ ശമ്പളം ഇരട്ടിപ്പിക്കുകയും ചെയ്യും. തൽക്കാലം ഇങ്ങനെയൊക്കെ അങ്ങ് പോയാ മതി. പെങ്കൊച്ചൊരെണ്ണം പഠിപ്പ് കഴിഞ്ഞിപ്പോ ഇങ്ങെത്തും. ആദ്യം അവളുടെ പഠിപ്പിനൊത്തൊരു ചെറുക്കനെ കണ്ടുപിടിക്കണം. അതിന് നിങ്ങൾ വിഷമിക്കണ്ട, ചെറുക്കൻ നമ്മുടെ കണ്ണോട്ടത്തേനും ഉണ്ടല്ലോ. പെട്ടെന്നൊരു വിവാഹം എന്നൊക്കെ പറഞ്ഞ എനിക്ക് ആലോചിക്കാനുള്ള സമയം തരണം. ഈ ഗ്രാമത്തിലെ ഏറ്റവും പഠിപ്പുള്ള ചെറുക്കൻ തന്നെയാ, നിത്യവും കാണുന്ന ചെറുക്കൻ. ആരാന്ന് വെച്ചാ നിങ്ങളും തെളിച്ചു പറ. എടാ, ഇവര് പറയുന്നതേ നമ്മുടെ ചക്രുവിന്റെ കാര്യം തന്നെയാ. അവൻ BA 8ാം റാങ്കുകാരനല്ലേ. മാത്രവുമല്ല ചെറുപ്പത്തിൽ മച്ചമ്പി പറഞ്ഞ ബന്ധവുമല്ലേ. സുനന്ദമ്മള് വന്നാ ഉടനെ വലിയ താമസമൊന്നും വേണ്ട, നമുക്കതൊക്കെ നടത്തി കളയാന്ന്. എന്താ
എന്റെ മോളും നിന്റെ മോൻ ചക്രവാണിയായിട്ടുള്ള വിവാഹം. നീ എന്താടാ തമാശ പറയണോ? ഓമനും മോളി വായിച്ചിട്ട് പോലും ഞാൻ ഇത്ര ചിരിച്ചിട്ടില്ല. എന്താടാ എടാ ഗുണശേഖര, ഞാൻ തമാശ പറഞ്ഞല്ല, പിന്നെ ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. നീ എന്ത് ഭ്രാന്താടാ ഈ പറയുന്നേ? എന്റെ മോളെ ഒരു ബാർബറെ കൊണ്ട് കെട്ടിക്കാനോ? അതിലും ഭേദം അവളെ വല്ല കിണറ്റിലും തള്ളിയിട്ട് കൊല്ലാൻ പാടില്ലേ? ഗുണശേഖരൻ നിർബന്ധിച്ചോണ്ടാ പപ്പുവനെ ബാർബറാക്കിയത്. അത് പിന്നെ അന്ന് അവൻ വിഷം കഴിച്ച് ചാവൂന്ന് കണ്ടപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞെന്നുള്ളത് ശരിയാണ്. പക്ഷെ മോളെ കെട്ടിച്ചു കൊടുക്കാന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഗുണശേഖര, എടാ പണ്ട് നീ അതും പറഞ്ഞിട്ടുണ്ട്. ഒരു 10-18 കൊല്ലം പുറകോട്ട് നീ ചിന്തിച്ചു നോക്ക്. അന്ന് നിനക്ക് സ്വന്തമെന്ന് പറയാൻ കയ്യിലൊരു കീറപ്പാ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് നീ അപേക്ഷയുടെ സ്വരത്തിലാ എന്നോട് പറഞ്ഞത്, നിന്റെ മോളെ എന്റെ ചക്കരനെ കൊണ്ട് കെട്ടിക്കണമെന്ന്. അല്ലേടാ? അത് ചിലപ്പോ പറഞ്ഞിട്ടുണ്ടാവും. ചെറുപ്പത്തിലെ കുട്ടികൾ കഞ്ഞിയും കറിയും വെച്ച് അച്ഛനും അമ്മയൊക്കെ കളിക്കാറുണ്ട് എന്ന് കരുതി അവര് വളർന്നു വലുതായി കഴിഞ്ഞാൽ അവരുടെ അന്തസ്സിന് ചേർന്ന ബന്ധമല്ലേ നടക്കുള്ളൂ. എടാ, ചക്രവാണി ഇനിയിപ്പോ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നാ പോലും എന്റെ മോളെ ഞാൻ അവന് കൊടുക്കില്ല. അവളെ ഞാൻ വളർത്തി വലുതാക്കിയതേ ഒരു ബാർബറുടെ കുടുംബത്തേക്ക് അയക്കാനല്ല. എടാ, ഇപ്പൊ ഞാൻ നിനക്ക് വെറും ഒരു ബാർബർ. പണ്ട് നീ ഒരു ചോരക്കുഞ്ഞിനെയും കൊണ്ട് എന്റെ മുമ്പിൽ വന്ന് വാവിട്ട് കരഞ്ഞപ്പോഴും ഞാൻ ബാർബറായിരുന്നു. സ്വന്തം കൂടപ്പുറപ്പിനെ പോലെ കരുതി സ്നേഹിച്ച് ഈ വീടൊഴിഞ്ഞു വന്നപ്പോഴും ഞാൻ ബാർബറായിരുന്നു. അതേ ബാർബർ ഇപ്പോഴും പറയുന്നടാ, നിന്റെ മോളെ എന്റെ മോൻ ചക്രവാണി BA 8ാം റാങ്കുകാരൻ അടുത്ത ചിങ്ങം കഴിയുന്നതിന് മുമ്പ് കെട്ടിയിരിക്കും. ഓഹോ, അത് നീ മാത്രമൊക്കെ തീരുമാനിച്ചാ മതിയോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്ന് കാണണമല്ലോ. എന്താടാ, പന്തയുണ്ടോ? ഉണ്ടടാ, പന്തയോങ്കി പന്തയം തന്നെ. എന്റെ മോളെ നിന്റെ മോൻ വിവാഹം കഴിച്ചാൽ അന്ന് നിന്റെ ബാർബർ ഷാപ്പിൽ വന്ന് നിന്റെ മോനെ കൊണ്ട് എന്റെ പകുതി വീശാനെടുപ്പിക്കും. അടുത്ത ചിങ്ങം കഴിയുന്നതിന് മുമ്പ് അവരുടെ കല്യാണം നടന്നില്ലെങ്കിൽ ബാർബറായ എന്റെ മോനെ കൊണ്ട് തന്നെ എന്റെ പകുതി മീശാൻ എടുപ്പിക്കും. എങ്കിലത് കാണാ. അച്ഛന് വല്ല കാര്യമുണ്ടോ? അവർക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ടാന്ന് വെച്ചെങ്കിൽ പോരണം. വെറുതെ ആവശ്യമില്ലാത്ത വെല്ലുവിളിയും പന്തയൊക്കെ നടത്തി എന്തിനാ? ഈ കാര്യത്തിൽ എനിക്ക് ശകലം വാശിയുണ്ടെന്ന് കൂട്ടിക്കോ. നിനക്കെന്താ കുഞ്ഞുങ്ങളെ ഇഷ്ടമല്ലെന്നുണ്ടോ? ഇഷ്ടക്കേടുണ്ടായിട്ടല്ല, പഴുക്കാത്തത് തല്ലി പഴിപ്പിച്ചിട്ട് എന്തിനാ? പിന്നെ ഇത് നടക്കാത്തോണ്ട് എനിക്ക് വലിയ നിരാശയൊന്നുമില്ല. ഞാനും സുനന്ദയും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമൊന്നും അല്ലല്ലോ. എങ്കിൽ ഇനി മുതല് അങ്ങനെ ഒരു ബന്ധം വേണം. മര്യാദയ്ക്ക് അച്ഛൻ പറയുന്ന കണക്ക് അവളെ പ്രേമിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ ഈ കുടുംബത്തിൽ കയറ്റത്തില്ല. അത് കൊള്ളാം. ഓരോ തന്തമാര് മക്കളെ പ്രേമിച്ചാൽ കുടുംബത്തിൽ കയറ്റില്ല എന്ന് പറയും. ഇതിപ്പോ മക്കളെ പ്രേമിച്ചില്ലെങ്കിൽ കുടുംബത്തിൽ കയറ്റില്ലാന്ന്. ഇങ്ങനെ ഒരു തന്ത ഈ ഭൂലോകത്ത് കാണില്ല. ഇതൊരു സ്പെഷ്യൽ തന്തയാണെന്ന് കൂട്ടിക്കോ. കുഞ്ഞുമോളെ എന്റെ മരുമകളായിട്ട് ഞാൻ കണ്ടുപോയി. ഇനി വേറൊരു പെൺകുട്ടി ആ സ്ഥാനത്ത് എനിക്ക് പറ്റില്ല. അച്ഛനും അമ്മയും കൂടെ എന്നെ തല്ലുകൊള്ളിച്ചേ അടങ്ങൂല്ലേ? എടാ, ആണായ കുറച്ച് ധൈര്യമൊക്കെ വേണം. വെറും 1.5 ആഴ്ച കൊണ്ടാണ് ഞാൻ നിന്റെ അമ്മയെ പ്രേമിച്ച് കല്യാണം കഴിച്ചത്. എടാ, ചിങ്ങം വെളുക്കാൻ ഇനി എത്ര മാസം കിടക്കുന്നു? നിനക്ക് ഞാൻ ഒരുപാട് സമയം തന്നിട്ടില്ലേ പ്രേമിക്കാൻ? ഞാനിപ്പോ എന്താ വേണ്ടത്? സുനന്ദയെ പ്രേമിക്കണം, അത്രയല്ലേ ഉള്ളൂ. അവള് വരുന്ന ദിവസം തന്നെ അവളുടെ അടുത്ത് നിന്ന് ഞാൻ നിന്നെ പ്രേമിക്കുന്നു എന്ന് പറയാം പോരെ? എന്റെ ഭഗവാനെ, സ്വന്തം മകന് പ്രേമത്തിന്റെ ബാലപാഠം പറഞ്ഞു കൊടുക്കേണ്ട ഒരു ഗതികെട്ട അന്തയായി പോയല്ലോ ഞാൻ. എടാടാ, നീ ഒറ്റയടിക്കെന്ന് പറഞ്ഞ് കുളവാക്കണ്ട. ഞാൻ പറഞ്ഞത് കേട്ട് സാവധാനം പ്രേമിച്ചാ മതി കേട്ടോടാ. കഴുതാടാ മോനെ. ശരി കഴുതേ. ശരി അച്ഛാ. എനിക്ക് മനസ്സിലാവാനിട്ട് ചോദിക്കുക, ചക്രവാണിക്ക് എന്താ ഒരു കുറവ്? ഒരു വാലിന്റെ അതുകൂടി ഉണ്ടായിരുന്നെങ്കിൽ ഭേഷായിരുന്നേനെ. നല്ല അസല് കുരങ്ങൻ. പഠിപ്പുള്ള ചെറുക്കനായതുകൊണ്ട് ഇനിയും നല്ല ജോലി കിട്ടിക്കൂടുന്നില്ലല്ലോ. മറ്റൊരു ജോലിയും കിട്ടാത്തതിന്റെ വാശിയിലാ അവൻ ബാർബറായത്. നമുക്ക് അവനെ ചിട്ടിക്കമ്പനിയുടെ കാര്യങ്ങൾ ഏൽപ്പിക്കുകയോ മറ്റെന്തെങ്കിലും ബിസിനസ് ഇട്ടുകൊടുക്കുകയോ ചെയ്യാം. അയ്യടാ, പിന്നൊന്നും വേണ്ടേ? മോളെ കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടി ബാർബറെ പിടിച്ച് ബിസിനസ്സുകാരനാക്കണോന്ന്. ദേ, മിണ്ടാൻ അവിടെ ഇരുന്നോളണം. നമുക്ക് ചിട്ടിക്കമ്പനി തുടങ്ങാൻ ആദ്യം കിട്ടിയ സഹായം എവിടുന്നാന്ന് അറിയാലോ. പഴയതൊന്നും മറക്കണ്ട. എടീ, ഒരു മനുഷ്യൻ ആവതില്ലാത്ത കാലത്ത് ചിലപ്പോൾ കിടക്കപ്പായ കിടന്ന് മലമൂത്ര വിസർജനം നടത്തിയെന്ന് വരും എന്ന് കരുതി എഴുന്നേറ്റ് നടക്കാൻ കഴിയുമ്പോഴും പായ തന്നെ വിസർജിക്കണോ? അന്തസ് നോക്കണ്ട. പോട്ടെ, ജാതിയെങ്കിലും നോക്കണ്ടേ? ഒരു കീഴ്ജാതിക്കാരനായ ബാർബറുടെ കുടുംബത്തിലേക്ക് നമ്മുടെ മോളെ എങ്ങനെ പറഞ്ഞയക്കും? പലപ്പോഴും പട്ടിണിയായിരുന്നപ്പോ ബാർബർ തന്ന ചോറ ഉണ്ടിരുന്നത്. ദേ, നീ എന്നെ ഉപദേശിക്കാൻ നിൽക്കണ്ട. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. കാര്യങ്ങളൊക്കെ നമ്മുടെ ആഗ്രഹം പോലെ നടക്കുകയുള്ളൂ. നീ വിഷമിക്കാണ്ടിരി. കുഞ്ഞുമോളിന്ന് വരുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? അതെ, വന്നു കഴിഞ്ഞാ
നിന്നോടൊന്നും സംസാരിക്കരുതെന്ന കൽപ്പന. സാവിത്രേ, ഗുണശേഖര, പന്തയമായിട്ട് തന്നെ ഇരുന്നോട്ടറാ. എടാ മിഴിച്ചിരിക്കാതെ വണ്ടിയൊക്കെ എടാ. അത് വേണ്ട. ഇനി മുതൽ നിന്റെ പുറകെ നിന്റെ മോൻ തന്നെ കയറിയാ മതി. ബാർബർ കൂടി പോകുന്നതാണ് അതിന്റെ ഒരു ഭംഗി. മുതലാളി ഓട്ടോ റെഡി. കേറി പോടിയകത്ത്. ചെല്ലിയച്ചേ. ഇതിനൊരു തിരിച്ചടി കൊടുക്കണമല്ലോ അച്ഛാ. സുനന്ദ ഇന്നല്ലേ വരുന്നേ? അതെ. ശാന്തേ, നീ അവക്ക് കൂടി ഊണ് കഴിക്കും. അതിനെ സുനന്ദ അമ്മാവൻ വിളിച്ചോണ്ട് വരും. നീ വാടാ.